നമ്മൾ സംസാരിക്കുന്ന എമ്പുരാന്റെ കാര്യമല്ലേ? എത്ര വർഷങ്ങളായി മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം ദൃശ്യമാധ്യമങ്ങളെന്ന് വിചാരിക്കണ്ട. പത്രമാധ്യമങ്ങൾ എത്രയോ വർഷം മുമ്പ് ഈ കറക്റ്റായി റിപ്പോർട്ട് ചെയ്ത് ഞാൻ മാത്രമല്ല 1000 കൊല്ലം മുമ്പ് നടന്ന മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ച് ഇന്നും ഡിസ്കഷൻ വയ്ക്കുകയാണ്. ഇതിനാ അടുത്ത കലാപം വരാൻ വേണ്ടി ഇപ്പൊ ഇബ്രാഹിം സിനിമയെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഒരു ചെയിൻ ഓഫ് പ്രോസസ്സുകളാണ് നടന്നത്. ആഫ്റ്റർ അതൊരു റിയാലിറ്റിയിലേക്ക് എത്തി. അപ്പം ആ ഒരു സ്പേസില് ആസ് ആർട്ടിസ്റ്റുകൾ, ഒരു കലാകാരന്മാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതൊരു പെട്ടെന്ന് ഇനിയിപ്പോ ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു സബ്ജക്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ കോൺഷ്യസ് ആയിരിക്കുമോ? അല്ലെങ്കിൽ സ്വയം നിങ്ങളൊരു എന്താ പറയാ, സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ സ്വയം വെക്കാനുള്ള സാധ്യത ഈ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കിയിട്ട് നിന്നോ? ഞാൻ പറയാം. ഞങ്ങളുടെ കുട്ടിയെ ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാപ്പി എടുക്കാനാണെങ്കിൽ ഞാൻ കുറ്റവാളിയാണ്. ഞാൻ കുറെ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോ ചടങ്ങ് തുടങ്ങി വെച്ചാ എങ്ങനെയെന്ന് വെച്ചിരുന്നാൽ, ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ്, എംബ്രാൻ കാണുന്നതിന് മുമ്പ് കുറെ കാലമായി ഞാൻ ഇവിടെ ചർച്ചകൾ കാണുന്നു. ചർച്ചകൾ കാണുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളില്, സായാഹ്ന ചർച്ചകളില് രണ്ട് മതങ്ങളുടെ ഭാഗത്തിരുന്നിട്ട് ഞങ്ങളുടെ 67 പേരെ കൊന്നു. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. 71 പേരെ കൊന്നു എന്ന് പറയുമ്പോൾ അതിന് ഒന്നുകൂടെ ആവേശം കൊള്ളിക്കത്തക്ക രീതിയിൽ അവതാരകനോ അവതാരകയോ മിന്നിത്തിളങ്ങുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കുറ്റവാളിയാണ്. ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സായാഹ്ന ചർച്ചകളിൽ രണ്ട് മതത്തിന്റെ, രണ്ട് പാർട്ടിക്കാരുടെ, കക്ഷി രാഷ്ട്രീയത്തിൽ രണ്ട് പാർട്ടിക്കാരെ തമ്മിൽ ഞങ്ങളെ ഇത്ര ആളെ തല വെട്ടിക്കൊന്നു, മറ്റേ ആളെ ഇത്ര ഇത്ര കൊന്നത് എന്ന് പറഞ്ഞ് നടത്തി അതിന് അവതാരകയെ പ്രോത്സാഹിപ്പിച്ച് അടുത്ത കലാപത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അത് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നേരിട്ട് പറയാൻ പറ്റാത്തവരാണ് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ. അന്ന് ഒരു വാചകം കൂടെ അന്ന് പറഞ്ഞതാണെന്ന് തോന്നുന്നു എല്ലാവർക്കും. അതായത് ഈ പറഞ്ഞതിന് വേറെ അർത്ഥമില്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ തെറ്റിദ്ധരിക്കണേ? സോഷ്യൽ മീഡിയ ഞാൻ എന്റെ കുറ്റം ഏറ്റെടുക്കുന്നു. എന്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ റിയാക്ട് ചെയ്യാത്ത വലിയ തെറ്റായി പോയി. ചർച്ച ചെയ്യട്ടെ. ഞാൻ കുറ്റം ഏറ്റെടുക്കുന്നു. ഞാൻ എന്നേ റിയാക്ട് ചെയ്യേണ്ടതാണ്. അടുത്ത കലാപത്തിലേക്ക് വേണ്ടി വഴിമരുന്ന് ഇടുന്ന ആൾക്കാർക്കെതിരെ ഞാൻ ഇതുവരെ ഒരു അക്ഷരം സംസാരിച്ചിട്ട് അതിന്റെ കുറ്റബോധത്തിലാണ് ഞാൻ. അതിന്റെ കുറ്റബോധത്തിലാണ് ഞാൻ കഴിയുന്നത്. എന്നെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. നിങ്ങൾ സോൾവ് ചെയ്യണം. അടുത്ത കലാപത്തിലേക്ക് വേണ്ടി വഴിമരുന്ന് ഇടരുത്, തിരികെ കൊടുത്തരുത്. ആരും കൊടുത്തരുത്, മാധ്യമങ്ങൾ കൊടുത്തരുത്, ആരും കൊടുക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ന്യൂസുകളാണ്. പക്ഷെ സിനിമയിൽ അതെന്ന് തുടങ്ങി ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110ാമത്തെ നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന എമ്പുരാന്റെ കാര്യമല്ലേ? ലക്ഷണങ്ങളുടെ വാക്കിൽ നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്തൊരു ഗുണപ്പുറപ്പാണെന്ന് നിങ്ങൾ കരുതി നീ എന്നോട് ക്ഷമി. എത്ര വർഷങ്ങളായി മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം ദൃശ്യമാധ്യമങ്ങളെന്ന് വിചാരിക്കണ്ട. പത്രമാധ്യമങ്ങൾ എത്രയോ വർഷം മുമ്പ് ഈ കറക്റ്റായി റിപ്പോർട്ട് ചെയ്ത്